നമസ്കാരം. ഇനി കേരളത്തിൽ നിന്ന് സുഖകരമായി ട്രെയിനിൽ രാമേശ്വരം വരെ പോവാം. അതെ, തിരുവനന്തപുരത്ത് നിന്ന് രാത്രി മധുരയിലേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് ഇന്ന് ഒക്ടോബർ 16 മുതൽ രാമേശ്വരം വരെ നീട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അതിലാണ് ഇന്നൊരു യാത്ര പോകുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാടായ നീലേശ്വരത്താണുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ട്രെയിൻ കയറി നേരെ പാലക്കാട് പോകും. പാലക്കാട് നിന്നാണ് അമൃത എക്സ്പ്രസിൽ രാമേശ്വരം വരെ പോകുന്നത്. സമയം 3:20. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി നേരെ കണ്ണൂരിലേക്ക് പോകാനാണ്. കണ്ണൂർ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്സിനാണ്. അപ്പം അതുപോലെ തന്നെ ഇന്ന് 16 നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് ആദ്യമായിട്ട് ഓടുന്നത്. ഇത് വളരെയധികം പെട്ടെന്ന് എന്താ പറയുക തീരുമാനം വന്നതാണ്. അതായത് കുറേ നാളായിട്ട് നീട്ടെന്ന് പറഞ്ഞാലും ഇന്നലെ 15 വൈകുന്നേരമാണ് ഞങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞത്. പെട്ടെന്ന് തന്നെ നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് പാലക്കാട് നിന്നാണ് രാമേശ്വരത്തേക്ക് ടിക്കറ്റ് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് നീലേശ്വരത്ത് ഞങ്ങൾ പാലക്കാടേക്ക് മറ്റ് വേറെ ഏതെങ്കിലും ട്രെയിനൊക്കെ നോക്കിയ സമയത്ത്, അതായത് വൈകുന്നേരത്തെ നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയത്. എല്ലാം വെയിറ്റ് ലിസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ കണ്ണൂരേക്ക് ഈ പറഞ്ഞ ട്രെയിന് പോകും. അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് 6:05 കണ്ണൂർ യശ്വന്തപുരം എക്സ്പ്രസ്. അതിന് ഞങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 3:45 കണ്ണൂരേക്ക് പോകാനുള്ള തിരുവനന്തപുരം എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. മുന്നിൽ എന്തായാലും 2 അൺറിസർവ്ഡ് കോച്ചുണ്ട്, അവിടെ കയറാം. 4:50 അങ്ങനെ കണ്ണൂരിലെത്തി. നീലേശ്വരം ഇവിടെ വരെ നിന്നിട്ട് തന്നെയാണ് വന്നത്. നല്ല തിരക്കായിരുന്നു വണ്ടിയിൽ. ഇനിയിപ്പോൾ ഈ ട്രെയിൻ പോയ ഉടനെ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരും. പാലക്കാടേക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 3 കടന്നു വരികയാണ്. 6:05 ഇത് ഇവിടുന്ന് പുറപ്പെടുക. S5 കോച്ചിൽ 76ഉം 75ഉമാണ് ഞങ്ങളുടെ ബെർത്ത്. ഒരു അപ്പർ ബെർത്തും ഒരു ലോവർ ബെർത്തും. കറന്റ് ബുക്കിംഗ് വഴിയാണ് ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന അമൃത എക്സ്പ്രസ് ഈ രാമേശ്വരത്തേക്ക് നീട്ടിയതോടുകൂടി ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നത് തെക്കൻ കേരളത്തിലുള്ളവർക്കും അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഈ ഒരു ജില്ലക്കാർക്കാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സമയത്ത് തന്നെ ഡെയിലി വണ്ടി കൂടിയാണ്, നല്ല രീതിയിൽ തന്നെ കയറിയിട്ട് പോവാം. പക്ഷേ ഈ കാസർഗോഡ്, കണ്ണൂർ ഈ പറഞ്ഞ മലബാർ ഭാഗത്തുള്ളവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നുകിൽ നമ്മളെ പോലെ തൃശ്ശൂരോ അല്ലെങ്കിൽ പാലക്കാടേക്കൊക്കെ പോയിട്ട് കയറുന്ന ഒരു അവസ്ഥയാണ്. അല്ല, അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിലൂടെ തന്നെ ഒരു ട്രെയിൻ ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്, മംഗളൂരു രാമേശ്വരം എക്സ്പ്രസ്. അത് വീക്ക്ലി ആണോ ബൈ വീക്ക്ലി ആണോന്നൊന്നും അറിയില്ല. എന്തായാലും റെയിൽവേന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വലിയ വന്നിട്ടില്ല. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബർ 16 തീയതിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒക്ടോബർ 18 ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എന്തായാലും അതായത് ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ രാമേശ്വരത്തേക്ക് പോകാം. അതായത് മലബാറുകാർക്ക് നല്ല രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ രാമേശ്വരത്തിന് പുറമെ തന്നെ പഴനി വഴി പോകുന്നതുകൊണ്ട് മലബാറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പഴനിയായി, മധുരയായി, അതുപോലെ തന്നെ നമ്മുടെ രാമനാഥപുരത്ത് പോയി കഴിഞ്ഞാൽ ഏർവാടി ദർഗയിലേക്ക് പോകേണ്ടവർക്ക് ഉപകാരപ്പെടും. കറക്റ്റ് 6:05 തന്നെ കണ്ണൂരിന് ഇതാ ട്രെയിൻ എടുത്തു. നല്ല മഴക്കാറാണ്, നല്ല മഴയുണ്ടാവേന്. 7:30 ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് എത്തി. ഇവിടെ ശക്തമായ മഴയാണ്. നല്ല മിന്നലൊക്കെ നമുക്ക് കാണാം. അത് നേരത്തെ കണ്ണൂരിൽ തന്നെ പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് നല്ല മഴയാകുന്നത്, അതുപോലെ തന്നെ എത്തി. ഇന്ന് ട്രെയിൻ വന്നത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. കൂടുതലും 1-ലേക്കാണ് വരാറ്. രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കുവാണേ. വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണേ. ചോറുണ്ട്, പയറ് തോരനുണ്ട്, സാമ്പാറുണ്ട്. 9:41 ട്രെയിൻ ഇതാ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നാലാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. പാലക്കാടിന് 5:30-6 മണിക്കൂറിൻ്റെ വെയിറ്റിംഗ് ഉണ്ട്. നാളെ വെളുപ്പിനല്ലേ അമൃത എക്സ്പ്രസ് ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. രാവിലെ 3:26 അമൃത എക്സ്പ്രസ് ഒറ്റപ്പാലം കഴിഞ്ഞു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി ഇവിടെ എത്തും. ഇവിടെ തന്നെ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നൊരു വണ്ടിയില്ലേ, ഇത് രാവിലെ 6:10 തിരുച്ചെന്തൂരിലേക്ക് വന്ന എക്സ്പ്രസ് ആണ്. ഇതിലൊക്കെ ഞങ്ങൾ വൈകാതെ തന്നെ ഒരു യാത്രയുണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിൻ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇവിടെ ഇപ്പോഴും അതായത് പാലക്കാട് ഡിവിഷനിൽ മധുരൈ വരെ മാത്രമാണ് പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ തിരുവനന്തപുരം ഡിവിഷനിലൊക്കെ രാമേശ്വരം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. ട്രെയിൻ നമ്പർ 163-43 തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4 കടന്നു വരികയാണ്.
ആദ്യം പ്ലാറ്റ്ഫോം 5 എന്നാണ് പറഞ്ഞത്, പിന്നെ അത് മാറ്റി. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 13 സ്ലീപ്പർ ക്ലാസ്, 3 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ്. ഞങ്ങളിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന കോച്ച് സ്ലീപ്പറിൽ S8 ആണ്. ബോർഡൊക്കെ മാറ്റിയിട്ടുണ്ട്. രാമേശ്വരം എന്നുള്ള ഒരു ഇതൊക്കെ നമുക്ക് കാണാം. ഈ സമയത്ത് ഇവിടുന്ന് പഴനി, മധുരൈ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയ നല്ല വണ്ടി ആണല്ലോ ഇത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്. കാരണം പൊള്ളാച്ചി പഴനി വഴിയാണല്ലോ പോവുക. ഇവിടെ പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മെയിൽ നമുക്ക് പോകാനുള്ള ആ ഒരു ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇപ്പം ഇതുവഴി വരും. തിരുവനന്തപുരത്ത് നിന്ന് വന്ന അതേ എഞ്ചിൻ തന്നെയാണ്, ലോക്കോമോട്ടീവ് തന്നെയാണ് ഇവിടുന്ന് ഇനി രാമേശ്വരത്തേക്കും. ഇവിടെ അപ്ലൈ ചെയ്യാണ്. WIP4 ആണ് ലോക്കോമോട്ടീവ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ഇനിയിപ്പം മുന്നിലോട്ടാണല്ലോ ഇത് പോവുക. ഇവിടെ ഒരു ബോർഡ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഭാഗത്ത് തന്നെ ലേഡീസ് കോച്ച് ഉണ്ട്. അതിൻ്റെ ഇവിടെ കാണുന്ന ഇതാണ് പേഴ്സണൽ വിത്ത് ഡിസേബിലിറ്റി കോച്ച്. ഇനി നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോവാം. ഇവിടെ ബോർഡിൽ കണ്ട ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, തിരുവനന്തപുരം രാമേശ്വരം എന്നൊക്കെ ഓക്കെയാണ്, അവിടെ താമ്പരം എന്ന് എഴുതുകയാണ്. അതിൽ താ എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തോ മിസ്റ്റേക്കാണ്, ശരിയാക്കുമായിരിക്കും. 2014 മെയ്ഡ് കോച്ചാണിത്. ഇത് നമ്മുടെ കോച്ച് ഏകദേശം എത്താനായി. ഇത് HA1 ഫസ്റ്റ് AC, സെക്കൻഡ് AC. 2008 മെയ്ഡ് S8 കോച്ചിലാണ് യാത്ര. ഇവിടെ ഒരു ബോർഡ് പോലും ഇല്ല. എന്തായാലും ഇനി അകത്തേക്ക് കയറാം. ഞങ്ങളുടേത് സൈഡിൽ ഓവറും സൈഡ് അപ്പറുമാണ്. 15ഉം 16ഉം. ഇത് രണ്ടും 4 മണിക്കാണ് ഇവിടുന്ന് വണ്ടി പുറപ്പെടേണ്ടത്. 22 മിനിറ്റ് ഡിലേ ആയിട്ടില്ല ഇവിടുന്ന് വണ്ടി എടുത്തു. ഈ പാലക്കാട് ജംഗ്ഷൻ വരാൻ കാരണം ഒന്ന് നേരെ കോയമ്പത്തൂരിലേക്ക്, മറ്റൊന്നുള്ളത് ഒറ്റപ്പാലം, പിന്നൊന്നുള്ളത് ഇപ്പം നമ്മൾ പോകുന്ന പൊള്ളാച്ചി, പഴനി. 3 ലൈനുകൾ വന്നല്ലോ. ഇപ്പോൾ ജംഗ്ഷനായി. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ചെറിയ പൈസക്ക് സുഖകരമായി നമുക്ക് വെയിറ്റ് ചെയ്യാം. നാല് 31 ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിൻ വെളുപ്പിനായതുകൊണ്ട് തന്നെ ഉറക്കൊക്കെ കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഉറക്കം വരികയാണ്. അതായത് ഇന്നലത്തെ രാത്രിയൊക്കെ ഉറക്കൊക്കെ അത്രയും ഉണ്ടായില്ല. അതെ. പിന്നെ മാത്രമല്ല ഈ കോച്ച്, അതായത് നമ്മുടെ ഈ ഒരു S8 കോച്ചിൻ്റെ ഇവിടെയൊക്കെ വേക്കൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു പഴനിക്ക് എത്തുമ്പോൾ മധുരൈ ഭാഗത്തേക്ക് ചിലപ്പോൾ കയറിയാൽ ആയി. ഞങ്ങൾ ചാർട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഈ അമൃത എക്സ്പ്രസ് ആദ്യം ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് ഈ പാലക്കാട് ടൗൺ വരെയാണ്. പിന്നീടാണ് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മധുരയിലേക്കാക്കിയത്. ഇപ്പോൾ ഇതാ രാമേശ്വരത്തേക്കും പോയി. ഇവിടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കൊല്ലങ്കോട് 5 മണിയായി. അടുത്തതിന് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി. മുതലമടയിൽ ഇതിന് സ്റ്റോപ്പില്ല. കൊല്ലങ്കോട് ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. കൊല്ലങ്കോട് ഒരു കിടിലൻ സ്ഥലമാണ്. ഇവിടെ പാർട്ടിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. 5:28 ട്രെയിൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ജംഗ്ഷനിലെത്തി. ഇവിടെ 5:37 5:40 എടുക്കേണ്ട ട്രെയിനാണ്. നേരത്തെ എത്തി. ഇനിയിപ്പം ഒരുപാട് നേരം സമയമുണ്ടല്ലോ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. കാമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ യാത്ര ചെയ്യുന്ന അമൃത എക്സ്പ്രസിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇത് റേക്ക് ഷെയറിംഗ് ആയി പോകുന്ന മറ്റൊരു ട്രെയിനിൻ്റെ നമ്പറൊക്കെ ഇവിടെ കാണാം. തിരുവനന്തപുരം രാമേശ്വരം അമൃത എക്സ്പ്രസിൻ്റെ നമ്പർ ഇവിടെ 163 കൊടുത്തതാണ്. അതുപോലെ തന്നെ രാമേശ്വരം താമ്പരം ബോട്ട് മെയിൽ എക്സ്പ്രസിൻ്റെ നമ്പർ 167 അതായിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത്. ഇപ്പോൾ കാണുന്ന ബോർഡില്ലേ, ഇത് 1 സൈഡ് മാത്രമാണ്. അതായത് രാമേശ്വരം എത്തിയ ഉടനെ തന്നെ ഈ ബോർഡുകളൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യും. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്
നമ്മുടെ വണ്ടി വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് ഇല്ലേ, അത് മധുര വരെ പോകുന്ന സമയത്ത് തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള വണ്ടിയായിരുന്നു. ആ വണ്ടി ഇനി മുതൽ ചെന്നൈ ഡിവിഷൻ്റെ വണ്ടിയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ മധുരൈ ഡിവിഷൻ്റെ വണ്ടിയായിരുന്നു രാമേശ്വരം താമ്പരം ബോട്ടുമേൽ. അതും ഈ റേക്ക് ഷെയറിംഗ് ഉള്ളത് കൊണ്ട് 2 വണ്ടി ഇനിയിപ്പം ചെന്നൈ ഡിവിഷൻ്റെ വണ്ടിയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് ഇനി ചെന്നൈയിൽ നിന്നാണ്. അതുപോലെ തന്നെ അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി 8:30 തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് പുറപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ തിരുവനന്തപുരം ജില്ലക്കാർക്ക് രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ അമൃത എക്സ്പ്രസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് വളഞ്ഞൊരു വഴിയാണ്. ഒരുപാട് മണിക്കൂർ ഇരിക്കണമല്ലോ. നേരെ സത്യം പറയുകയാണെങ്കിൽ നേരെ നാഗർകോവിൽ വഴി, നാഗർകോവിൽ നമ്മുടെ കന്യാകുമാരി രാമേശ്വരം വണ്ടിയൊക്കെയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയാം. ഈ സെൻട്രൽ ഭാഗത്തുള്ളവർക്കാണ് അമൃത എക്സ്പ്രസ് കൂടുതലായിട്ട് എന്താ പറയുക ഉപകാരപ്പെടുക. വെളിച്ചം വന്നു തുടങ്ങി. ഇതേ തൊട്ട് മുന്നിൽ ഒരുപാട് വിൻഡ് മിൽസ്. ഇവിടെ നല്ല കാറ്റാണ്. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. തൊട്ടടുത്താണ്. ഇന്ന് മുഴുവൻ ഒരു മഴക്കാറാണ്. റൂട്ട് അടിപൊളിയാണ്. 2 ഭാഗത്തും ഒരേ കാഴ്ച തന്നെയാണ്. ഇപ്പൊ ചെറിയ തോതിൽ മഴയും ഉണ്ട്. ഈ ട്രെയിനിൽ പോകുമ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാഗർകോവിൽ ഭാഗത്തുനിന്ന് തിരുനെൽവേലിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുണ്ട് ഒരുപാട്. ട്രെയിൻ ഇപ്പോൾ തിരുപ്പൂർ ജില്ലയിലെ ഉദുമലൈപേട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. അങ്ങ് ദൂരെയായി പഴനിമല കാണാം. ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച കാണും. പക്ഷേ ഇന്നൊരു മൂടലാണ്, അതുകൊണ്ട് വ്യക്തമാവുന്നില്ല. അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. എവിടെയാണ് ക്ഷേത്രം? പഴനിമലയുടെ ആ ഒരു കാഴ്ച ഇവിടെ നിന്നും കാണാം. സ്റ്റേഷനിലെത്തി. 6:40 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. പഴനിയിൽ ഈ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് യാത്രക്കാർ ഇവിടെ പഴനിയിൽ ഇറങ്ങി. തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള യാത്രക്കാരായിരുന്നു കൂടുതൽ പേരും ഉണ്ടായിരുന്നത്. ഇവിടെ റെയിൽവേൻ്റെ ഫുഡ് ട്രാക്കൊക്കെ ഉണ്ട്. ഇതാ MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ഇവിടത്തേക്ക് ഇതാ വരികയാണ്. അത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. പഴനി റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റേഷൻ്റെ ചെറിയൊരു നവീകരണമുണ്ട് ഇവിടെ. ഏഴ് 10 ട്രെയിൻ ഇപ്പോൾ ഒടച്ചത്രം സ്റ്റേഷനിലെത്തിയേ. ഇപ്പം മഴ പെയ്തു പോയി. അവിടെയൊക്കെ കാണുന്നൊരു കാഴ്ച കണ്ട മുഴുവനും കോട കയറിയിട്ടാണുള്ളത്. പിന്നെ അവിടെയൊക്കെ മലനിരകളാണ്. ഇവിടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി 8:30 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. അതുപോലെ തന്നെ അമൃത എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പാലക്കാട് നമ്മൾ കയറി പാലക്കാട് ജംഗ്ഷൻ വരെയുള്ള സ്റ്റോപ്പുകളുടെ കാര്യം പറയുവാണെങ്കിൽ തിരുവനന്തപുരം കഴിഞ്ഞ ഉടനെ കഴക്കൂട്ടം, വർക്കല, കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗണ്, എടപ്പള്ളി, ആലുവ, തൃശ്ശൂർ, ഒറ്റപ്പാലം, അങ്ങനെയാണ്. ഇന്ന് പാലക്കാട് കഴിഞ്ഞതിന് ശേഷം നല്ല മഴ തന്നെയാണ്. ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് മധുരൈ അതുപോലെ തന്നെ രാമേശ്വരം സൈഡിലും മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോണിൽ നോക്കിയ സമയത്ത് അവിടെ മഴയുണ്ടെന്നാണ് കണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. ഡിണ്ടിഗലിലേക്ക് ഇനി ഒരു
10 കിലോമീറ്റർ ഉണ്ട്. അക്കരംപട്ടി എന്ന സ്റ്റേഷനിലെത്തിയ ഇവിടെ അരമണിക്കൂറോളായി വണ്ടി നിർത്തിയിട്ട്. അതായത് നേരത്തെ കഴിഞ്ഞ ഒടജത്തർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെ അതും ഈ ഡിണ്ടിഗലിന്റെ ഇടയിൽ ഈ ട്രെയിൻ ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ആ സ്റ്റേഷനിൽ നിന്ന് 7:05 വണ്ടി എടുക്കേണ്ടത്. 32 കിലോമീറ്റർ ആണ് അവിടുന്ന് ഡിണ്ടിഗലിലേക്ക് പോകാനുള്ളത്. ഡിണ്ടിഗൽ എത്തുന്ന സമയം, അതായത് പുറപ്പെടുന്ന സമയം 8:40. ഏകദേശം എത്ര ചിന്തിച്ചൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ അടുത്തായിട്ടും വരുന്നുണ്ട് സമയം. എനിക്ക് തോന്നുന്നു അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ രാമേശ്വരത്ത് ഒരു 11 മണി ആ ഒരു സമയത്ത് എത്താമായിരുന്നു അല്ലേ? രാമേശ്വരത്തിന് പുറമെ നേരത്തെ ഇത് മധുര പോകുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ടൈമിങ്. നേരത്തെ തന്നെ മധുര എത്തായിരുന്നു. ഇപ്പം ചെറുതായിട്ട് മഴയും ചാർന്നുണ്ട്. 8:20 ട്രെയിൻ ഇപ്പോൾ ഡിണ്ടിഗൽ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ചായയും കാപ്പിയൊക്കെ കിട്ടും. ഇത് അവിടെ സമൂസയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പാലക്കാട് നിന്ന് ഞങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പേര് പറഞ്ഞോ? ശ്രീനാഥ്. എടുത്തു പറയേണ്ട കാര്യമില്ല, ഈ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുന്നവര് ഈ പുള്ളിക്കാരനെ അറിയുന്നത്. അതെ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കയറി അല്ലേ നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തിൽ നിന്ന് കിട്ടി. എന്താണ് പറയാനുള്ളത്? അല്ല, എക്സ്റ്റെൻഡ് ആയത് ഒരുപാട് പേർക്ക് ഗുണമാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം അപേക്ഷിച്ച് ട്രിവാൻഡ്രത്തുള്ളവർക്ക് അത്ര ഗുണമെന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി വീഡിയോയിൽ ട്രാവൽ ചെയ്ത കുറച്ച് ദൂരം കൂടുതലാണ്. അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കായംകുളം തൊട്ടുള്ള ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റ് ആണ്. കായംകുളം, കോട്ടയം, പ്രത്യേകിച്ച് ഈ നമ്മളിപ്പോൾ കണ്ടില്ല നമ്മുടെ അടുത്തിരിക്കുന്ന ആ ചേച്ചി മറ്റേ ഏർവാടി പോകുന്നവർക്ക് നല്ലതാണ്. പഴനി, മധുര, അതുപോലെ എല്ലാവർക്കും ഒരു വണ്ടി. ഒരു കൊടക്കീടത്തിനായി. പിന്നെ ട്രിവാൻഡ്രക്കാർക്ക് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതായത് രാമേശ്വരത്ത് നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി 1 മണിക്കാണ്, 1:30-ക്കാണ്. അപ്പൊ അതിൽ കയറി വന്നു കഴിഞ്ഞാൽ മധുരയിൽ 5 മണി അടുപ്പിച്ചെത്തും. 6:45 മധുരയിൽ നിന്ന് ട്രിവാൻഡ്രം പോകാനായിട്ട് വണ്ടിയുണ്ട്. അതിൽ ട്രിവാൻഡ്രക്കാർക്ക് ട്രിവാൻഡ്രം ഇറങ്ങാം. പക്ഷെ പാലക്കാടുകാർക്ക് സുഖമായിട്ട് പോകാം. പാലക്കാടുകാർക്ക് നല്ല വണ്ടിയാണ്. രാമേശ്വരം പോകാനായിട്ട് സൂപ്പർ വണ്ടിയാണ്. ഫോട്ടോ ഒക്കെ എടുത്താ ഫോട്ടോ ചെറിയ തോതില്ല. അല്ല, ഇത് ഓൺ ബോർഡ് അല്ലേ, ഓൺ ബോർഡ് കൂടുതലും വീഡിയോ ആണ് നമുക്ക്. ഇപ്പം ഫോട്ടോ അത്ര ഒരു ഇത് കിട്ടൂല നമുക്ക്. ആ പാലത്തെ നിന്നെടുക്കുന്നതാണ് ഒരു രസം. ശരിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് അമൃത എക്സ്പ്രസ് ആ പാപം പാലത്തേക്ക് അത് ഇനി വേറെ പോകണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഇങ്ങനെ കാത്തിരിക്കുന്നത്. നമ്മള് വണ്ടിയുടെ കൂടെ പോന്നു, ഇനി അല്ലാതെ വന്ന് പിന്നെ എടുക്കണം. ഞങ്ങൾ 3 പേരും കൂടെ 2 സെറ്റ് ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. ഒരു സെറ്റിന് 50 രൂപയാണ് ആയത്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് സാമ്പാറാണോ എന്നറിയില്ല, കാരണം 2 എണ്ണം കാണുന്നുണ്ട്. അപ്പോൾ ചട്നിയോട് സാമ്പാറുണ്ട്, പിന്നെ ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ഇതാ ചട്നി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 2 സാമ്പാർ തന്നെയാണെന്നാണ് തോന്നുന്നത്. ചട്നി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഇന്ന് 3 ഇഡ്ഡലിയും ഒരു വടയാണുള്ളത്. ഈ ട്രെയിൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി പുറപ്പെട്ടല്ലോ. അവിടെ നിന്ന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇത് രാമേശ്വരത്തേക്ക് നീട്ടിയതിന് ശേഷം പരിപാടി പിന്നെ ഒരു ചെറിയത് കണ്ടത് കൊല്ലംകോട് നിന്നാണ്. ചെറിയൊരു സ്വീകരണം മാത്രമാണ്. ഇനിയിപ്പം മധുരൈ, മനാമധുരൈ, അതുപോലെ തന്നെ നമ്മുടെ രാമനാഥപുരം അവിടേക്ക് എത്തുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ സ്വീകരണം എന്നൊക്കെ നമുക്ക് നോക്കാം. ട്രെയിൻ ഇപ്പോൾ കൊടൈക്കനാൽ റോഡ് സ്റ്റേഷൻ പിന്നിടുകയാണ്. അതായത് ഇവിടെ മുതൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കൊടൈക്കനാൽ റോഡ് മുതൽ മധുര എത്തുന്നത് വരെ വലത് ഭാഗത്തുള്ള ട്രെയിനുകൾ ഇടത് ഭാഗം വഴിയും ഇടത് ഭാഗം വഴിയുള്ള ട്രെയിനുകൾ വലത് ഭാഗം വഴിയും പോകും. അതായത് നമ്മളിപ്പം ഇടത് ഭാഗം വഴിയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ട്രാക്ക് ഇനി വലത് ഭാഗമാവും. അപ്പം നേരെ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ ഇടത് ഭാഗം വഴി. അതെന്താണെന്നറിയാം അങ്ങനെ വരാൻ കാരണം, ഇവിടെ പണ്ട് ഈ ഒരു സ്ഥലമൊക്കെ ഏറ്റെടുക്കുമ്പോൾ വന്ന ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു അത്. ഇതിൻ്റെ ആ ഒരു അലൈൻമെൻ്റൊക്കെ ടോട്ടലി മാറി, ആ സിഗ്നലിൻ്റെ കാര്യത്തിലായാലും. അത് നമുക്ക് പോകുന്നതിന് കാണാം. കുറച്ച് ദൂരം പിന്നിട്ടത് നമുക്ക് കാണാം. കൊടൈക്കനാലിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് വളരെ അടുത്താണ്, 100 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറ്റേ ഒരു ട്രാക്ക് അതുവഴിയാണ് പോവുക. അതായത് മധുരൈ ഭാഗത്തു നിന്ന് ഡിണ്ടിഗൽ ഭാഗത്തേക്കുള്ള ലൈൻ അതാണ്. ഇപ്പം നമ്മൾ വലത് ഭാഗത്തും അത് ഇടത് ഭാഗത്തും ആയില്ലേ, ഇതാണ്. ഇനി ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സിഗ്നലൊക്കെ ടോട്ടലി മാറും. ട്രെയിൻ ഇപ്പം മധുരയിലെത്താനായി. വൈഗൈ റിവർ ഇപ്പം എത്തും.
നദി എത്തി. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണിത്. വൈഗൈ നദീൻ്റെ പേരിലൊരു ട്രെയിനൊക്കെ ഉണ്ട്. മധുരയിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്കുള്ള വൈഗൈ എക്സ്പ്രസ്. 9:57 മധുരൈ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ നിലവിൽ നവീകരണമാണ്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇവിടെ തിരുവനന്തപുരം രാമേശ്വരം എക്സ്പ്രസ് തന്നെ അനൗൺസ്മെന്റ് എടുക്കും കേട്ടോ. നല്ല അനൗൺസ്മെന്റ്. ഇവിടെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലോക്കോന്റെ മുന്നിൽ ഒരു മാല ഇട്ടത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് രാമേശ്വരത്തേക്കുള്ള സ്ലീപ്പർ ക്ലാസ്സിന്റെ ടിക്കറ്റ് ചാർജ് ഒന്നും പറഞ്ഞില്ലല്ലോ. 255 രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ടിക്കറ്റ് ചാർജ്. പക്ഷേ ഇതിൽ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തത്കാൽ ബുക്ക് ചെയ്തു. തത്കാൽ ടിക്കറ്റിന് ഒരാൾക്ക് വന്ന ചാർജ് 400 രൂപയാണ്. ഇവിടെ മധുരയിൽ നിന്ന് 9:55 വണ്ടി എടുക്കേണ്ടത്. 10:06 11 മിനിറ്റ് ഇടിയില്ലേ. അങ്ങനെ ഇതാ മധുരയിലാണ് അവസാനമായിട്ട് ഇതിൻ്റെ യാത്ര അവസാനിക്കേണ്ടത്. ഇവിടെ നിന്നുള്ള ആദ്യ യാത്ര രാമേശ്വരത്തേക്ക്. മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് രാവിലെ 6:50 ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉച്ചയ്ക്ക് 1:50. അതിനിടയിലാണല്ലോ ഈ അമൃത എക്സ്പ്രസ് ഇപ്പോൾ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഉപകാരമാണ്. പ്രത്യേകിച്ച് ഈ രാമേശ്വരത്തേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ട്രെയിൻ ചൂസ് ചെയ്യാം. ട്രെയിൻ ഇപ്പോൾ മനാമധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായേ. ഇത് S9 കോച്ചാണ്. ഇതിൻ്റെ അകത്ത് 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ബെർത്തുകൾ മുഴുവനും വേക്കൻ്റ് ആണ്. കാരക്കുടി തിരുച്ചിറപ്പള്ളി ലൈനാണിത്. മനാമധുരൈ ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ബാക്കിയുള്ള റൂട്ടുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പോകുന്ന രാമേശ്വരം, പിന്നെന്നുള്ളത് വിരുദനഗർ, ഇപ്പം നമ്മൾ വന്ന മധുരൈ. 4 റൂട്ടുകളാണ് ഇവിടെ ആകെയുള്ളത്. 10:46 മനാമധുരൈ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ആ ലോക്കോമോട്ടീവിൻ്റെ അവിടത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണല്ലോ ഈ ട്രെയിനൊക്കെ ഈ റൂട്ട് വഴി വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് പരമക്കുടി. ഇന്ന് യാത്ര ചെയ്യുന്ന അമൃത എക്സ്പ്രസിന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ, ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 2001-ലാണ്. അന്ന് O രാജഗോപാലാണ് ഈ ട്രെയിൻ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പാലക്കാട് ടൗൺ വരെയാണ് സർവീസ് ഉണ്ടായത്. 2015 ഈ ട്രെയിൻ പാലക്കാട് ടൗണിൽ നിന്ന് നേരെ പൊള്ളാച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 2017 പൊള്ളാച്ചിയിൽ നിന്ന് മധുരയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇന്നിതാ 2025 ഈ ട്രെയിൻ രാമേശ്വരത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ മറ്റൊരു ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഒരു 2011 സമയത്തൊക്കെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഈ ട്രെയിൻ നേരെ അന്നേരം ഷൊർണൂർ ജംഗ്ഷനിൽ വന്നിട്ട് ലോക്കോ റിവേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത്. അന്ന് ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നിലമ്പൂർ റോഡൊക്കെ ഒരു രാജറാണിയിൽ ഈ ട്രെയിനും ആ ട്രെയിനും ലിങ്ക് ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. ഷൊർണൂർ വരെ 2 ട്രെയിനുകൾ ഒരുമിച്ച് വരും. എന്നിട്ട് അവിടെ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്ന് നേരെ നിലമ്പൂർ റോഡേക്കും ഒന്ന് നേരെ പാലക്കാട് ഈ പറഞ്ഞ നമ്മുടെ ഭാഗത്തേക്ക് വരും. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു
മധുരയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു 2017 വരെയാണ് അങ്ങനെ ഉണ്ടായത്. പതിനൊന്ന് 17 ട്രെയിൻ ഇപ്പോൾ പരമക്കുടി സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ട്രെയിൻ ഇപ്പോൾ 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരമക്കുടിയിൽ നിന്ന് രാമനാഥപുരം റൂട്ടിൽ. 11:47 ട്രെയിൻ ഇപ്പോൾ ഇതാ രാമനാഥപുരം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാമേശ്വരം എത്തുന്നതിന് മുന്നേയുള്ള അവസാന സ്റ്റോപ്പ്. സ്റ്റേഷന്റെ നവീകരണമാണ്. പ്രധാന കവാടം ഇതുവഴി തന്നെയാണ്. അപ്പോൾ അമൃത എക്സ്പ്രസ്സിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം അമൃതാനന്ദമയിയുടെ പേരിൽ നിന്നാണ്. എടപ്പള്ളിയിൽ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണല്ലോ അമൃത ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ രാമനാഥപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഏർവാടിയിലേക്ക് ഇവിടുന്ന് 30 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ബസ് കിട്ടും. ട്രെയിൻ ഇപ്പോൾ മണ്ഡപം സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഇതാണ് രാമേശ്വരം മധുരൈ പാസഞ്ചർ. ഈ രാമേശ്വരത്തേക്ക് പാമ്പംപാലം വഴി പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ട്രെയിനുകളൊക്കെ ഇവിടം വരെയാണ് ഉണ്ടാവുക. അതായത് എന്തെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇനിയിപ്പോൾ പാലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ ഇവിടം വരെയോ അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ രാമനാഥപുരം വരെയോ ഉണ്ടാവുക. ഇനിയാണ് ഈ റൂട്ടിലെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അതെ, പാമ്പംപാലം. അമൃത എക്സ്പ്രസ് ഇന്ന് ആദ്യമായിട്ട് പാമ്പംപാലം വഴി പോവുകയാണ്. നമ്മൾ മധുരൈ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ട്രെയിനിന്റെ വലത് ഭാഗത്താണ് ഇരിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് പഴയ പാലും റോഡും കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ഇതാ അമൃത എക്സ്പ്രസ് ആദ്യമായി പാമ്പംപാലം വഴി പോവുകയാണ്. ഇവിടെ മുതലാണ് പാലം ആരംഭിക്കുന്നത്. പഴയ പാലം ഇതാണ്. റോഡതാ അതുവഴി. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണിത്. അതിൻ്റെ ആ ഭാഗമൊക്കെ അങ്ങ് അവിടെ അതാ ആ കാണുന്നതാണ്. രാമേശ്വരത്തേക്ക് ട്രെയിൻ വഴി വരുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ്. രാമേശ്വരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ബോട്ട് മേൽ എക്സ്പ്രസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ നല്ല മഴയാണ് കുറച്ച് ദിവസമായിട്ട്. അതാണ് ഇത്ര വെള്ളം. നിങ്ങളിവിടെ ഈ കാണുന്നില്ലേ,
ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും പഴയ പാലം. അതായത് ഈ പാലം വരുന്നതിന് മുന്നേയും ഇവിടെ മറ്റൊരു പാലം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കടൽക്ഷോഭം വന്നില്ലേ, അതായത് കൊടുങ്കാറ്റ് വന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ധനുഷ്കോടി അഥവാ ഈ രാമേശ്വരത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നില്ലേ, അതിൽ ഇവിടുത്തെ റെയിൽ ട്രാക്കും ഇവിടുത്തെ പാലമൊക്കെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പാലം ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. ആ സമയത്ത് ഇതുവഴി ഒരു ട്രെയിൻ കടന്നു പോയിരുന്നു. ആ ട്രെയിനെ അടക്കം ശക്തിയിലാണ് കൊണ്ടുപോയത്. നേരെ കടലിലേക്കാണത് മറിഞ്ഞത്. ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു അന്ന്. പാലത്തിൻ്റെ നല്ല കാഴ്ച കിട്ടണമെങ്കിൽ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വരണം. പഴയ പാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. രാമേശ്വരം ദ്വീപിലേക്ക് ഇതാ എത്തുകയാണ്. മത്സ്യബന്ധന ബോട്ടുകളാണ് അങ്ങ് ദൂരെയായി കാണുന്നത്. പാലക്കാട് നിന്നും 400 കിലോമീറ്റർ യാത്രയിൽ ട്രെയിൻ ഇതാ രാമേശ്വരത്തേക്ക് എത്തുകയാണ്. അങ്ങനെ അമൃത എക്സ്പ്രസ് ഇതാ ആദ്യമായി രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓൺ ടൈമിന് തന്നെ വണ്ടി എത്തി. 12:45. ഇത് സേതു എക്സ്പ്രസ് ആണ്. വൈകുന്നേരം ഇവിടുന്ന് ചെന്നൈയിലേക്ക് വന്ന വണ്ടി. ഈ ട്രെയിനിന് വൈകുന്നേരം 5:50 ചെന്നൈയിലെ താമ്പരത്തേക്കുള്ള ബോട്ട് മെയിലായിട്ടാണ് റേക്ക് ഷെയറിങ് ചെയ്ത് പോവുക. ഇതല്ല ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ്. ഇനിയിപ്പോൾ ഇവിടെ നേരെ പുറത്തിറങ്ങാം. ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ്. ആ ഒരു എൻഡ് പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കാണാം. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ടാക്സികളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളും നമുക്കിവിടെ കാണാം. ക്ഷേത്രഭാഗത്തേക്കും ധനുഷ്കോടിയിലേക്കും ഓട്ടോ കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾ
ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള വണ്ടികളും ധനുഷ്കോടിയിലേക്ക് കിട്ടും. റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണ് ഇവിടെ ഉള്ളത്. ഒരു ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയിലാണ് ഇനിയിപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഒരു കിട്ടിലെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. നിലവിലിപ്പോൾ ഇവിടെയാണ് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമൊക്കെ ഉള്ളത്. ടൗൺ ഭാഗത്തേക്ക് നമുക്ക് ഇതുവഴിയാണ് പോകാൻ പറ്റുക. ഇവിടുന്ന് ധനുഷ്കോടി അരീച്ചൽ മുനേക്ക് ഏകദേശം ഒരു 23 കിലോമീറ്റർ പോകാനുണ്ട്. നമുക്ക് ഈ ഓട്ടോ ആക്കുന്നതിന് പുറമേ തന്നെ ബസ്സും കിട്ടും. നമുക്ക് നേരെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂർ ഗ്യാപ്പിലൊക്കെ ധനുഷ്കോടിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബസ് കിട്ടും. രാമേശ്വരത്തെത്തി ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ ഇന്ന് തന്നെ, അതായത് ഇപ്പം തന്നെ തിരിച്ച് പാലക്കാടേക്ക് പോവുകയാണ്. നമ്മുടെ അമൃത എക്സ്പ്രസ്സിൽ തന്നെയാണ്. അത് ഇവിടുന്ന് ഉച്ചയ്ക്ക് 1:30 പുറപ്പെടുക. റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് തൂണിൻ്റെ ആ ഒരു നിർമ്മാണമൊക്കെ, ഓരോ രൂപങ്ങളൊക്കെ അതിൽ കൊത്തിവെച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി എന്തായാലും ഇതുവഴി നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ 1:10 രാമേശ്വരത്ത് ജനറൽ വെയിറ്റിംഗ് ഹാളും പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. പെയ്ഡ് AC വെയിറ്റിംഗ് ഹാൾ മുകളിലാണ്. നമുക്ക് പോകാനുള്ള അമൃത എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 പുറപ്പെടുക. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുന്നത്. നേരത്തെ എൻഡ് സ്റ്റേഷനാണെന്ന് പറഞ്ഞില്ലേ, ഇതാ സ്റ്റോപ്പ്. ഇന്ത്യൻ റെയിൽവേ ഇവിടെ അവസാനിച്ചു. ഇന്നിനി പോകാനുള്ള അമൃത എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WAP4 ആണ്. ഇവിടെ ചെറിയൊരു മാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ വേറെ വലിയൊരു കോമഡി ഉണ്ട്, അത് ഇതിൻ്റെ കോച്ചിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പം പറയാം. കറക്റ്റ് 1:30 തന്നെ അമൃത എക്സ്പ്രസ് ഇതാ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പാമ്പം പാലത്തിലേക്ക് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും മുന്നിലാണ് നമ്മൾ. കുറച്ചുകൂടെ പേടിപ്പെടുത്തുന്നത് ആ പഴയ പാലം വഴി യാത്ര ചെയ്യുമ്പോൾ തന്നെയാണ്. ഏറ്റവും പഴയ പാലം ഉണ്ടായത് ഇവിടെയാണ്, തകർന്നു പോയ പാലം. എത്ര ബോട്ടുകളാണ് അവിടെ ഉള്ളതെന്ന് നോക്കി. ഭാഗത്ത് വന്നാൽ കടലിൻ്റെ മറ്റൊരു നല്ലൊരു കാഴ്ച കാണാം. ട്രെയിൻ ഇപ്പോൾ രാമനാഥപുരം എത്തിയ ഈ ട്രെയിനിൽ ആകെ ഇവിടെ മാത്രമേ നെയിം ബോർഡ് ഉള്ളൂ. ഇവിടെ താത്താന്ന് മാത്രം. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ബോർഡാണ് അവർ തിരിച്ചു വിടുന്നത്. ഇവിടെ ബാക്കി ഒരു കോച്ചിലും ബോർഡുകളില്ല. ഏത് കോച്ച് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ഇവിടെ അൺറിസർവ്ഡ് നോക്കിയാലും ഇത് വളരെ മോശം. സ്ലീപ്പറിലും ഇല്ല, അൺറിസർവ്ഡിലും ഇല്ല. അനൗൺസ്മെന്റ് കേട്ട് മനസ്സിലാക്കണം ഇത് ഈ വണ്ടിയാണെന്ന്. URSL A1 H1 അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. മനാമധുരയിൽ പരിപാടി ഉണ്ടായിരുന്നു. ട്രെയിൻ ഇതാ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്.
ഒരു കോച്ചിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ട്രെയിൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അനൗൺസ്മെൻറ്റ് എന്നെ കേൾക്കണം എന്നുണ്ടതാ, നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചിൽ പോലും ഇല്ല. ഈ ട്രെയിൻ ഇനി നാളെ വെളുപ്പിന് 4:50 ആകുമ്പം തിരുവനന്തപുരത്തെത്തും. പോകുന്ന വഴിക്ക് തിരുവല്ലയിൽ മാത്രം സ്റ്റോപ്പില്ല, അതെന്താണെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ ഇനി ഞങ്ങൾ ഈ ട്രെയിനിൽ നേരെ പാലക്കാട് പോയി അവിടുന്ന് വെസ്റ്റ് കോസ്റ്റിൻ്റെ ജനറൽ കയറിയിട്ടാണ് നേരെ നീലേശ്വരത്തേക്ക് പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്തും വലിയ രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഉറക്കം കണക്ക് തന്നെ അല്ലേ? 2 ദിവസത്തെ ഉറക്കം അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടി രാമേശ്വരത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വണ്ടിയാണല്ലോ, വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായി. തീർച്ചയായും സാധിച്ചു. അതെന്തെങ്കിലും ആവട്ടെ, നാളെ വീട്ടിലെത്തിയിട്ടായാലും നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാലോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോസ് കേരളം വഴിയുള്ളതാണ്. ആലപ്പുഴ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ? അടുത്തെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട നമ്മൾ പാലക്കാടത്തെ ഒരു സ്ഥലത്തേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇനി അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് മറുപടി ബൈ ബൈ.